ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ലവ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അതായത് എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം, അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, അതാണ് എനിക്ക് കിട്ടേണ്ടതെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, പക്ഷേ ഞാൻ ഈ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ആ റിലേഷൻഷിപ്പ് പോവേണ്ടത് എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. സോ ലവ് മാനിഫെസ്റ്റേഷന് പറ്റിയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം സ്നേഹിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള ആളുകളെയും സ്നേഹിക്കാൻ പറ്റും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് സെൽഫ് ലവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മൾ നമുക്ക് തന്നെ വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളത് അവരിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നിങ്ങളെ സ്വയം നിങ്ങൾ പരിചരിക്കാനും സ്നേഹിക്കാനും തുടങ്ങുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ചിലർ ഒരുപാട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കിട്ടണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലരെന്ന് പറയുമ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഓരോരോ ആളുകൾക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ റൈറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. എഴുതാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എഴുതണം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, നമ്മൾ ആലോചിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എഴുതുന്ന സമയത്താണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒന്നും വിട്ടുപോകാതെ നമുക്ക് വീണ്ടും അത് എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി എഴുതിക്കേണ്ട നോക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ കാര്യം വീണ്ടും എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്, എങ്ങനെയുള്ളൊരു പേഴ്സണെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരിൽ ഉണ്ടായിരിക്കണമെന്ന് വിചാരിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരിൽ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ക്വാളിറ്റീസൊക്കെ നിങ്ങളിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ സൈഡിൽ കൂടെ പോലും പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇതിൽ പറഞ്ഞ ഒരു ക്വാളിറ്റീസും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇവർ പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷേ ഇവർ സ്നേഹിക്കാൻ പോകുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നിവർക്ക് നിർബന്ധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ആദ്യം നിങ്ങൾ സ്വയം നല്ല രീതിയിലാവാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള ആൾ നല്ലതാവണം എന്നുള്ളത് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതല്ലാതെ ഇപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന ആൾ ഭയങ്കര നല്ല ആളായിരിക്കണം എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരിൽ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എഴുതി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളില്ലാത്ത ക്വാളിറ്റീസൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മെത്തേഡാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി പറയാത്ത ആളുകളാണെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ പറ്റുന്നതിൽ വളരെ നല്ലൊരു മാനിഫെസ്റ്റേഷൻ രീതി എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ വിഷ്വലൈസേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. മാറ്റം എന്നുള്ളതല്ല, റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആളുകളുണ്ട്. വിഷ്വലൈസേഷനിലൂടെ തന്നെ പലതും നേടിയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് നേടാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ വിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പലതും നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. സോ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതേപോലെ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഒരുപാട്
ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പറയാറുണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് എനിക്ക് എൻ്റെതായ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അതേപോലെ ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, പിന്നെ ഇതൊക്കെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഒരു വിശ്വാസം വരും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ പരീക്ഷണം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.